കൈയിട്. വെള്ളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായിട്ട്. ആലപ്പുറ വന്നല്ല. നിങ്ങൾ തൂക്കണമെങ്കിൽ തൂക്കി. തുപ്പലെന്ന് എങ്ങട്ടെ പടി നിർത്തി തൂക്കി. നീ ചുമ്മാ ആയിരിക്കല്ലമ്മ. നിന്റെ വട്ടി അല്ലല്ല. ആരുടെ വട്ടിയായാലെന്താ? നിങ്ങൾ പടി നിർത്തി തൂക്കി. ചോര നീരാക്കി കൊണ്ടുവരുന്ന കാശല്ലേ? നോക്കോളെ. മതിയാ തൂക്കി. കിഴങ്ങി തൊട്ടുള്ള കളി വേണ്ട. ഇത് കെട്ടിയോന്റെ വകയായിരിക്കും. കെട്ടിയോൻ ചത്തിട്ട് കൊല്ലം എത്രയായി? എങ്ങനെ ചാവാതിരിക്കും? ഈ അലവലാതി പെമ്പറന്നൊരു വന്നാൽ തന്നെ കച്ചവടം നടക്കും. കായെടുക്കി. തലേഞ്ഞോട്ട് കാണിക്കും. ഇതെന്തൊരു മനുഷ്യരെ, ഒരു അരുട്ട് മാറി നിന്നൂടിയോ? പെണ്ണാ പറഞ്ഞോളൂ മരിച്ചിന് വാങ്ങിക്കണ്ടേ? എല്ലാരും നോക്കിക്കോളി. നീ ചെല്ലമ്മയ്ക്ക് ഞാൻ പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട. സുസൂക്ഷ്മം നോക്കിക്കോളി. പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടാ. കടവത്തിന്ന് കവിഞ്ഞ് ഒഴുകണു. ഇന്ന് കച്ചവടം കേമ ആവും. അയ്യോ, ഒരൊടിപ്പി പൊങ്ങണമില്ലല്ലോ. ചെല്ലമ്മ, ഇത് നീ എടുത്തോ. ഇതെന്തിനാണ്? കായിനും മറ്റുമല്ല, ഇത് നീ എടുത്തോ. ഓ, കായിനല്ലയോ? എന്നെനിക്ക് വേണ്ട. അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കിക്കോളാം എന്റെ ചെല്ലമ്മ. ഓ, അത് ശരി. പിന്നീട് മുതലാക്കാനാണല്ലേ? അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി. ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ചക്കാത്ത്. ചെല്ലമ്മ, നിന്നെ ഞാൻ എടുത്തോളാം. കേരളം എടുത്തങ്ങനെ കളിക്കാൻ പറ്റും വേണ്ട. എന്റെ ഭഗവതി, നീ തന്നെ തുടങ്ങും. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞി മറിച്ചിരിയും കൂടെ കരയ്ക്കും. ഓ, കാശൊക്കെ ഞാൻ കൊടുക്കാം. ഓണറേ, ദോശ വരട്ടെ. ഓണറേ, ചേഞ്ചിട്ട് 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്ക അരിയുടെ കച്ചവടമാണ് എനിക്ക്. ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. കണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കുത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടിപ്പിത്തെറുകിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡി ശല്യം. ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവനെ വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരവും ഇല്ല. കണ്ടോ, ചുമ്മാ കേസാക്കണ്ട, വിട്ടുകളാ, പാവങ്ങൾ പിഴച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘം ചേർന്നിരുന്ന് വഴിയെ പോകുന്ന സ്ത്രീകളെ കേട്ടോ. ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ അണ്ണൻ ഏത് കാലത്ത് പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. പത്രത്തിൽ എഴുതി
ആ ചെറുക്കൻ ഇന്നും ഉണ്ടല്ലോ പുറകില്. ഗോപിപ്പിള്ളല്ലേ ചുമ്മാ നടക്കട്ടെ എന്ന് അധികാരി അങ്ങനത്തെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം അവളുമാര് വാങ്ങിച്ചെടുത്തോളൂ. ചെല്ലമ്മയുടെ നടപ്പാണ്. അനി എന്നെ ഉദ്രവിക്കുന്നതിരി നോക്ക് ഓന്ത് ചോര കുടിക്കുന്ന പോലല്ല വയസ്സുകാലത്തിന് നൂറ്റ് വലിച്ചു കുടിക്കുന്നത്. ഇങ്ങോട്ട് വരി. ശരി സഹിക്കണില്ലല്ലേ? അയ്യോ മേശരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല. സത്യമായിട്ട് മേശരി ഞങ്ങളെ ചിരിച്ച് ആണേ സത്യം ഒന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനൊക്കെ. ചേടാ, നിങ്ങളോ ചതയാണെങ്കിൽ വേല ചെയ്യൂല, അതുങ്ങളോട്ട് വേല ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയും. അമ്പലമുക്കിൽ റൗഡി ശല്യം, അധികാരികൾ ശ്രദ്ധിക്കണം. ആ അധികാരികൾ ശ്രദ്ധിക്കണം. അമ്പലമുക്കിൽ മാത്രമല്ല റൗഡി ശല്യം. ഇല്ല, ഞാനും സഹിക്കില്ല. ഞാൻ ഇട്ടത് പർവ്വത്യ നാളെ അദ്ദേഹത്തിന് എട്ടത്തിൽ പിറന്ന മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൾ അടിച്ചിറക്കി വിടും. വേണം 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 വേണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറക്കി വിടണോ? കാര്യം അവൾ എന്നെ അവമാനിച്ചു, അച്ഛനെ അവമാനിച്ചു, എന്നെ കാപ്പിക്കിടനടയിൽ വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കെ അവമാനിച്ചു. അവൾ ആരെയും അവമാനിക്കും അവമാനിക്കും. അവൾ അല്ലെങ്കിൽ ഒരു നിഷേധിയാണ്. അവളെ അവിടെ അടിച്ചിറക്കണം. അതെ, അവള് നിഷേധി തന്നെ, സമ്മതിച്ചു. പക്ഷെ എവനുണ്ടല്ലോ നല്ലവനായ നിന്റെ മോൻ, അവൻ എന്തിനാ അവളുമായിട്ട് സംസാരിക്കാൻ പോയി? അതല്ലെങ്കിൽ ഇവിടുത്തെ പതിവ് അങ്ങനെ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂ. ആ മോനെ ഞാനമ്മ, എവനുണ്ടല്ലോ നിന്റെ മോൻ, മോനല്ലായിരിക്കും. ആരോട് ചോദിച്ചോ? എവനുണ്ടല്ലോ ഈ ഗോപി, അവൻ എന്തിനാ അവളുടെ കൂടെ ഞൊണങ്ങ് പറിക്കാൻ പോകുന്നത്? അവനൊന്നും പറിക്കാൻ പോകുന്നില്ല. നീ വാടാ ഗോപി. കേശവ്, എന്തോ ഇവളെങ്ങനാ ചെല്ലമ്മ? അതിപ്പം ഞാനിപ്പം അവളുടെ ജാതി എന്തെങ്കിലും ജാതി മതമൊന്നും താൻ നോക്കണ്ട. ശരിയുള്ള മുഖമാ. അവക്ക് എന്തോ ഉണ്ട്. ശരീരമോ നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ മീശ എന്റെ മീശ. ഇതാര് ചെല്ലമ്മേ? മുറുക്കിച്ചാപ്പി നല്ല ജോറായിട്ടാണല്ലോ ഇരിപ്പ്. എന്ത് പിടിക്കല്ലേ? പക്ഷേ നമുക്കും കൂടെ സ്വപ്നം തരുമോ? തരാം. അവൻ അവന്റെ പാട്ടിന് ഓടോടിയോണേ. അല്ലേലും അവളൊരു മണ്ടിയാണക്കാ. ചുമ്മാ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇവനൊന്നും ചുമ്മാ വിടാൻ പാടില്ലക്ക. അവന്റെ ഒരു ചോദ്യം കണ്ടില്ല. പള്ളിയേക്കല് മൂക്കി കൂടി പോവിടാൻ അറിയാമോ? എണീച്ച് പോടാ അവിടുന്ന്. അലുകൊണ്ട് സഹിക്കാൻ വയ്യാന് ഇച്ചിരി ഉമ്മത്തിന്റെ പൂവ് ഉണ്ടെന്ന് അരിഞ്ഞ് വലിക്കുമ്പോ മൂക്കി കൂടെ പുക വിടാമോ, കണ്ണി കൂടെ പുക വിടാമോ? എണീച്ച് പോടാ അവിടുന്ന്. എടാ കൊച്ചിരാമ, തിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോ. പോടാ. എങ്ങനെയുണ്ട് വല്യേക്ക? വലിവിന് കുറവുണ്ടാ? ഒരു കുറവും.
വെള്ളപ്പൊക്കമാണ്. കുഞ്ചവരമ്പ് മുറിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ, ചതിച്ച. എല്ലാം തൊലഞ്ഞ് ഉള്ള കുഞ്ച അത്രയും നശിച്ചു. വെള്ളായണി ഭഗവതി, ഇത്ര ദ്രോഹം ചെയ്ത് കളഞ്ഞല്ലോ. ഞാൻ പറയാ ഒരു ബുദ്ധി, പത്രങ്ങളിൽ ഒരു ന്യൂസ് കൊടുക്കണം. 10,000 പുഞ്ചനിലം വെള്ളത്തിനടി, അധികാരികളുടെ സത്വര ശ്രദ്ധ. അധികാരികൾ ശ്രദ്ധിക്കണോ? ഒരു ഭീമാർജി തയ്യാറാക്കി ആരെങ്കിലും ഒരാൾ മെനക്കെട്ടിരുന്ന് 10-15,000 ഒപ്പിടണം. ചുമ്മാ ചള്ളു വർത്തമാനം പറയാതെ നമ്മുടെ കാര്യനിർത്തിപ്പിനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ നോക്കി. എന്നാ മേസ്തിരി പറ എന്തിനു ചെയ്യണമെന്ന്. എന്തിനു ചെയ്യണമെന്ന് പറയും. ആലപ്പുഴയോ കോട്ടയത്തോ പോയി വെള്ളം വറ്റിക്കാനുള്ള ഒരു ഇഞ്ചിൻ കൊണ്ടുവരും. അത് മതി, അതാ നല്ലത്. കൊള്ളാം. 1 1 1 1 1 1 1 1 1 2 2 2 പിടിയും 1 1 1 1 1 1. തല വെട്ടി ഇളക്കം. ഓഹോ, ഞാൻ തല വെട്ടിയേക്കാം. പെരയ്ക്ക് തീ പിടിക്കുമ്പോഴല്ലേ വാഴ വെട്ടാനൊക്കും. നടക്കട്ടെ. എന്താ പറഞ്ഞ കേശവളെ? അവക്ക് നെല്ല് കൊടുക്കണ്ട, അവിടെ കാശും വേണ്ട. നിങ്ങൾ പോയെന്ന് എന്തായാലും നോയിക്കൊണ്ട് നിൽക്കുന്നത്? നെല്ല് തരൂലെന്ന് കൊച്ചമ്മ പറഞ്ഞില്ലേ? നിങ്ങൾ നെല്ലും വേണ്ട പുല്ലും വേണ്ട. അടിയാർത്തി കൊച്ചിനാവാ, ചെല്ലമ്മയ്ക്ക് നെല്ലുകളൊന്നും വേണ്ടടേ. പോയി പറ, കേരള വിളിക്കണമെന്ന് പറ. മനസ്സില്ല. അതേ പ്രസംഗം ചെറുക്ക. ഇപ്പോഴത്തെ ഒരു പിഞ്ചിലപ്പഴത്തെ പിള്ളേര് എറിഞ്ഞു വാട്ടുകളെ പിടിച്ചോ. ഒരു കൈപിടി. ഇനിയും അറിയാതെ പറ്റിപ്പോയതാണ്. ക്ഷമിക്കണം, ക്ഷമിക്കണം.